കോഴിക്കോട് രോഗിയുമായി പോയ ആംബുലൻസിന് ബൈക്ക് തടസ്സം സൃഷ്ടിച്ചതായി പരാതി. മേപ്പാടിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വന്ന ആംബുലൻസിനാണ് തടസ്സം സൃഷ്ടിച്ചത്. 22 കിലോമീറ്ററിലധികം ദൂരമാണ്. നിരന്തരം ഹോൺ അടിച്ചിട്ടും സൈറൻ മുഴക്കിയിട്ടും ബൈക്ക് യാത്രക്കാരൻ വഴി തന്നില്ലെന്ന് ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞു. ദിസ്ന സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ദിസ്ന, എന്തുകൊണ്ടാണ് ഇയാൾ ഈ സൈഡ് നൽകാതെ, പ്രത്യേകിച്ച് ആംബുലൻസ് പോലെ ഒരു വാഹനത്തിന് എന്തുകൊണ്ട് സൈഡ് നൽകാതെ, ഇത്രയോളം ദൂരം സൈഡ് നൽകാതെ ബൈക്ക് യാത്രികൻ മുന്നോട്ട് പോയി എന്നുള്ള കാര്യത്തിൽ ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതികരണങ്ങൾ വരുന്നുണ്ടോ? 9:15 അടിവാരത്ത് നിന്ന് മുന്നിൽ കയറിയ കോഴിക്കോട് RTO രജിസ്ട്രേഷനുള്ള KL11BC 5298 എന്ന ബൈക്ക് കുന്നമംഗലം കാരന്തൂർ വരെ ആംബുലൻസിന് മുന്നിൽ വഴിമാറാതെ ഓടിയത്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. അടിയന്തര സൈറൻ ഈ പുറകിൽ വരുന്ന ആംബുലൻസ് മുഴക്കിയിട്ടും ഈ സ്കൂട്ടർ യാത്രക്കാരൻ മാറിയില്ല എന്ന് തന്നെയാണ് ആംബുലൻസ് ഡ്രൈവർ വ്യക്തമാക്കിയത്. ഇയാൾക്ക് ഇടയ്ക്ക് കൈകൊണ്ട് ആംബുലൻസ് ഡ്രൈവർ ആംഗ്യം കാണിച്ചു, മാറുവാനുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിയിരുന്നു. പക്ഷേ യാതൊരു തരത്തിലുള്ള ഈ നിർദ്ദേശം ഒന്നും തന്നെ ഈ മുന്നിൽ സഞ്ചരിച്ച ബൈക്ക് യാത്രക്കാരൻ പാലിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഈ ആംബുലൻസിലുണ്ടായിരുന്ന രോഗിക്ക് അടിയന്തര വൈദ്യസഹായം ആവശ്യമായിരുന്നു. പിന്നീട് ഈ രോഗിയെ അവിടെ എത്തിക്കുവാൻ ഏറെ വൈകി എന്നൊരു പരാതി തന്നെയാണ് ഈ ആംബുലൻസ് ഡ്രൈവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്നലെ രാത്രിയാണ് വയനാട്ടിൽ നിന്ന് വൃക്ക അടിയന്തര ചികിത്സ നടത്തേണ്ട രോഗിയുമായി കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വരുന്ന ആംബുലൻസിന് മുന്നിലാണ് ഇത്തരത്തിലുള്ള ഒരു അഭ്യാസ പ്രകടനം ഉണ്ടായത്. എന്തായാലും മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം ആരംഭിച്ചു തുടങ്ങി എന്നൊരു കാര്യം തന്നെയാണ് നമുക്കിപ്പോൾ വ്യക്തമായിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ മലപ്പുറത്ത് നിന്നും രോഗിയുമായി വന്ന 2 ആംബുലൻസ് ഇത്തരത്തിൽ 2 രോഗികൾ മരിച്ചൊരു സംഭവമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ സംഭവത്തിൽ അടിയന്തര നടപടി ഉടൻ ഉണ്ടാവും എന്ന് തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്.